എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നാച്ചുറൽ ലോസ് ഡു നോട്ട് ചേഞ്ച്. അതായത് വേറൊന്നുമല്ല, പ്രകൃതിയുടെ നിയമങ്ങൾ ഒരിക്കലും മാറുന്നില്ല എന്നുള്ളതാണ്. അതൊരു വലിയൊരു സത്യമാണ്. ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വീഡിയോയുടെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം എല്ലാ ദിവസവും നടക്കാൻ പോവുക എന്ന് പറഞ്ഞല്ലോ. ഇപ്പം നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവും എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നും പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രകൃതിയിൽ ധാരാളം നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നമുക്കൊരിക്കലും അതിനെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കില്ല, എത്രയൊക്കെ തന്നെ നമ്മൾ വിചാരിച്ചാലും, എത്രയൊക്കെ ടെക്നോളജി നമ്മൾ വളർത്തിയെടുത്താലും. പക്ഷെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്, ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും ടെക്നോളജി ശാസ്ത്രം വളരുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രകൃതി നിയമത്തെ മറക്കാനും പാടില്ല, അതിന് എതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കാനും പാടില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കില്ല. അതിന് നല്ലൊരു ഉദാഹരണം പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ പല മേഖലകളിലും വലിയ രീതിയിൽ വിജയിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയോടും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ആ വിജയത്തിൻ്റെ രഹസ്യം എന്താണ് എന്ന് നമ്മൾ ശരിക്കും അന്വേഷിച്ചാൽ, അവരുടെയൊക്കെ ആ വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിയമം കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ അവരുടെ ഒരു പ്രയോജനത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഗുരുത്വാകർഷണം പോലുള്ള പല പല നിയമങ്ങളും പ്രകൃതിയിൽ പണ്ട് മുതലേ ഉള്ളതാണ്. ഇനിയും ഉള്ള കാലം അത് അത്രയും ഉണ്ടാകും. അതിന് എന്താ പറയുന്നത്, ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്കും ശരിക്കും പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. കാരണം എന്ന് വെച്ചാൽ, ഈ പ്രകൃതി നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു ശക്തി തന്നെയാണ് പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത്. പ്രകൃതിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് പ്രധാനം. അപ്പം അത് മനസ്സിലാക്കി അതിനോടൊപ്പം ചേർന്ന് തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ, അത്രയും വലിയ ശക്തി നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യവും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1-2 വർഷം മുമ്പ് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ദീപക് ചോപ്ര എന്ന് പറയുന്ന വ്യക്തിയുടെ, അദ്ദേഹം എഴുതിയ ഒരു ചെറിയൊരു പുസ്തകം 7 സ്പിരിച്വൽ ലോസ് ഓഫ് സക്സസ് എന്ന് പറഞ്ഞിട്ട്, അതിൽ ശരിക്കും പറയുന്ന ഒരു വലിയൊരു പോയിന്റാണ്. പെട്ടെന്ന് ഓർത്തന്നേ ഉള്ളൂ. അതിൽ പറയുന്ന ഒരു പോയിന്റ് ഇതായിരുന്നു: പ്രകൃതിയിലെ 7 നിയമങ്ങൾ ഏതൊക്കെയാണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ നിയമങ്ങൾ വേണമെങ്കിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് തന്നെയാണ് ഏതൊരു നല്ല ഒരു വ്യക്തിയുടെയും, വിജയിച്ച ഒരു വ്യക്തിയുടെയും, ഒരു മഹാന്റെയും ഒരു നേതാവിൻ്റെയും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെയാണ്. പ്രകൃതിയെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആ നിയമം എന്താണെന്ന് മനസ്സിലാക്കുക, അതിനോടൊപ്പം ചേർന്ന് തന്നെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു.